ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് IAPC സംഘടിപ്പിക്കുന്ന ഹ്യൂസ്റ്റൺ പബ്ലിക് സ്ക്വയർ സെലിബ്രേറ്റഡ് ആൻഡ് കണക്ട് എന്ന ഈ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാധ്യമ പ്രവർത്തകരും കമ്മ്യൂണിറ്റി നേതാക്കളും ഒത്തുചേരുന്ന ഈ വേദി സാംസ്കാരിക വിനിമയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു വലിയ വേദിയാണ്. നമ്മുടെ ഈ സായാഹ്നം ധന്യമാക്കുന്നതിനായി ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് തുടക്കം കുറിക്കാം. പ്രിയപ്പെട്ട ജുവൽ ജോസ് ആലപിക്കുന്ന പ്രാർത്ഥനാ ഗാനത്തിനായി നമുക്ക് എണീറ്റ് നിൽക്കാം. ജുവൽ ജോസിനോടൊപ്പം വേറൊരാളും കൂടി വരുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് നേരെ ഒരിടത്ത് പോകാനുണ്ട് അത്യാവശ്യമായിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പം സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. സാജൻസ് കരിയർ സാറിനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള നേരത്തെ, പക്ഷെ ഇന്ന് സാറുമായിട്ട് മീറ്റ് ചെയ്തതിനും സംസാരിച്ചതിനും ഒത്തിരി നന്ദിയുണ്ട്. എല്ലാ ഭാവങ്ങളും സാറിൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടി I am wishing you the best for all your future endeavors, and also you are a successful leader, and it's an example for other people. So I should also learn from you, I think. So, sir, wish you all the best. Oh, Achan is here. I didn't see you, Achan. So, Judge is here. Oh my God, everybody is here. So, Judge is here, former Mahadalavan, Ilio. എനിക്കറിയാൻ പറ്റാ തമാശയായിട്ട് പറഞ്ഞ മഹാതലവൻ. എല്ലാവർക്കും എനിക്ക് ട്രബിളാകണ്ട കേട്ടോ. സോ ഞാൻ അതുകൊണ്ട് എളുപ്പം എനിക്ക് പോകാൻ അത്യാവശ്യമായതുകൊണ്ട് ഇവിടെ വന്നൊന്ന് ഹലോ പറഞ്ഞതിൻ്റെ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് 2 വാക്ക് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഞാൻ അതുപോലൊരു
കാര്യമായിട്ടാണ്. സോ താങ്ക് യു സോ മച്ച്. See you all later, and I wish you everybody the best. Thank you very much. അടുത്തതായി ഹ്യൂസ്റ്റണിലെ ഭക്തജനങ്ങളുടെയും മലയാളി കമ്മ്യൂണിറ്റിയുടെയും ആത്മീയ കേന്ദ്രമായ ഗുരുവായൂരപ്പൻ ടെമ്പിളിന്റെ പ്രസിഡന്റ് ശ്രീ രാംദാസ് അവരുടെ സ്നേഹപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. IAPCയുടെ ഈ ഒത്തുചേരലിന് ആശംസകൾ അർപ്പിക്കാനായി സുസ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഷാജൻ സ്ക്രിയ സാർ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്നൊരു വിശേഷമായി നമ്മുടെ ആറ്റുകാലിൽ നടക്കുന്ന പൊങ്കാല ഞങ്ങളുടെ അമ്പലത്തിലും വളരെ അതേ പ്രൗഢിയോടും റിച്വൽസോടും കൂടി ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ സന്നിഹിതരാകുന്നതിനായിട്ടും ഞങ്ങൾക്കൊരു ആശംസ അർപ്പിക്കുന്നതിനായിട്ടും സാർ വന്നു. അപ്പോൾ സാറിൻ്റെ ആ ഒരു 2 മിനിറ്റ് പ്രസംഗം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്പലത്തിലുള്ള അമ്മമാരും ലേഡീസും അദ്ദേഹം ഒന്ന് നടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങളോട് പറയുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അവരുടെ ആവേശം എന്ന് പറയുന്നത് തന്നെയായിരുന്നു ഷാജൻ സ്ക്രിയ സാർ. സാർക്ക് അത് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അതേപോലെ തന്നെ ആ ഒരു 2 മിനിറ്റ് സംസാരിച്ചത് തരുന്നൊരു മോട്ടിവേഷൻ അത്രയും കൂടുതലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാറിന് ഒരു 130 കേസ് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്, ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൊതുകുണ്ട്. അത്തരം കൊതുകുകളായിട്ട് മാത്രമേ നിങ്ങൾ മറ്റുള്ള ആളുകളെ കാണാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഞാനും സാറിന്റെ അദ്ദേഹം വീഡിയോസ് രാവിലെ ഫസ്റ്റ് കണ്ടിട്ടാണ് എൻ്റെ പ്രഭാതങ്ങളും അതേപോലെ തന്നെ ഈവനിങ്സ് അവസാനിക്കുന്നതും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും 1-2 വീഡിയോസ് കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം നേരിന്റെ പാതയിൽ എത്രയും നന്നായി നേര് പറയാൻ കഴിയും അത്രയും വൃത്തിയോടും സഹനശക്തിയോടും അതേപോലെ തന്നെ രാഷ്ട്രഭക്തിയോടും രാഷ്ട്രത്തോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സും വാർത്തകളും വിശകലനങ്ങളും എല്ലാം ചെയ്യുന്നത്. അതിൽ ഇവിടെ നേരത്തെ കെ പി ജോർജ് സാർ പറഞ്ഞു നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നുള്ളത്. തീർച്ചയായും അത് ആ ChatGPT അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. കാരണം നമ്മൾ മെയിൻ സ്ട്രീം മീഡിയാസ് അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട മീഡിയാസ് പുറത്തു കൊണ്ടുവരാത്ത പല ന്യൂസുകളും നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ട് വരുന്നത് നമുക്ക് മറുനാടൻ മലയാളിയിൽ നിന്നാണ്, ഷാജൻ സ്ക്രിയയുടെ അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്നാണ്. ഇതുകൊണ്ട് തന്നെ എത്ര കേസ് വന്നു എന്നുള്ളതോ അല്ലെങ്കിൽ എന്തൊക്കെ ആരൊക്കെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നോ നോക്കാതെ നാളെയും വീണ്ടും തുടർച്ചയായും ശക്തിയായിട്ടും നേരിന്റെ പാതയിൽ തന്നെ തുടരുവാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും അതിന് വാഗ്ദാനം ചെയ്തുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. ബഹുമാനപ്പെട്ട ഷാജൻ സ്ക്രിയ, ഞാൻ നിങ്ങളൊരു ആരാധകനാണ്. ഇൻഡോ അമേരിക്കൻ പോസ്റ്റ് ക്ലബിൻ്റെ ഭാരവാഹികൾ, ഇലക്ടഡ് ഓഫീഷ്യൽസിൻ്റെ കൂടെ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, നമ്മുടെ റോയൽസ് ഉണ്ട്, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. സന്തോഷം എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ. എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞ് ജീവിക്കാൻ നേരവോ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് ഒരാൾ 10 വർഷം മുമ്പ് അല്ലേ 14 വർഷമായി ഒരു ചാനൽ തുറന്നു വെച്ച് ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 130 കേസ് വന്നത്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ ഞാൻ കാണുന്ന 2 പരിപാടികളുള്ളൂ. ഒന്ന് മറുനാടൻ ചാനലിൻ്റെ ന്യൂസ് കേൾക്കാറുണ്ട്, പിന്നെ ഏഷ്യാനെറ്റിലെ വിനോദികളുടെ ചർച്ച കേൾക്കാറുണ്ട്. ഇത് 2 സമയങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ചാനലുകളുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഏത് വിശ്വസിക്കും എന്നുള്ള ഒരു സംശയം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. എനിക്ക് പറയാനുള്ളൂ, മാവിലെ കല്ലറിയുള്ളൂ. അപ്പം അത് ഇനി കൂടി വരും. അതിന് തയ്യാറെടുത്ത് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ എന്നെ ഇതുപോലുള്ള ഒരു പരിപാടിക്ക് വിളിച്ച് എൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുകയാണ്. എല്ലാവരും കാണാൻ സാധിച്ചതിൽ സന്തോഷം. താങ്ക് യു. ഞാൻ കേട്ടു. See.